ജീര ചിക്കൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ്. 12 years ബാക്ക് ഒരു ബ്ലോഗിൽ നിന്നാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത്. അന്ന് തന്നെ എൻ്റെ ഫേവറേറ്റ് ഡിഷായത്. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് കൂടിയാണ്. ഇതിൻ്റെ പ്രത്യേകത മസാലയായിട്ട് മുളക് പൊടി മാത്രമേ ഇതിൽ ചേർത്താറുള്ളൂ. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. Welcome to Shaju's Kitchen. If you're new to this channel, please consider subscribing and don't forget to turn on the notification. ഇനി ജീര ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ, മീഡിയം സൈസ്ഡ് ഉള്ളി ഒരു 4 എണ്ണം ഫൈനലി ചോപ്പ് ചെയ്തത്, തക്കാളി 3 എണ്ണം ഫൈനലി ചോപ്പ് ചെയ്തത്, ജീരകം 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 8 അല്ലി ഫൈനലി ചോപ്പ് ചെയ്തത്, ഇഞ്ചി 1 ഇഞ്ച് വലുപ്പമുള്ള കഷ്ണം ഫൈനലി ചോപ്പ് ചെയ്തത്, മല്ലിയില ഗാർണിഷ് ചെയ്യാൻ വേണ്ടി, വെളിച്ചെണ്ണ 1/4 കപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിലോട്ട് ഒരു കുക്കിംഗ് പാൻ എടുത്തു വെക്കാം. കുക്കിംഗ് പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം പൊട്ടിയതിനു ശേഷം അതിലേക്ക് ഫൈനലി ചോപ്പ് ചെയ്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉള്ളി നന്നായിട്ട് സോട്ടേ ചെയ്ത് എടുക്കണം. ഉള്ളി ഏകദേശം ഒന്ന് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വഴറ്റിയതിനു ശേഷം അതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒരു 4 to 5 minutes ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം തക്കാളി നല്ലവണ്ണം ആയിട്ടുണ്ട്. തക്കാളി നല്ലവണ്ണം ആയതിനു ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ വേവിച്ചെടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെള്ളം ചേർക്കാതെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് സ്ലോ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നല്ലവണ്ണം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് ഡ്രൈ ആക്കി എടുക്കാം.
ഇപ്പോൾ ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ പറയൂ, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തുള്ളൂ എന്ന്. ജീര ചിക്കൻ ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇത് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.